എന്നാ പിന്നെ കുട്ടികളെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കമ്മലും പിന്നെ ഈ മാലയും ഈ വളയും പിന്നെ ഈ വാച്ചും ഇതൊക്കെ നമുക്ക് അവിടെ പുറത്തു പോയിട്ട് മണ്ണിൽ കുഴിച്ചിടാം. കുറച്ച് ദിവസം കഴിയുമ്പോ ഇതിൽ നിന്നൊക്കെ ചെടി ഉണ്ടാവും. വാച്ചിന്റെ ചെടിയും കമ്മലിന്റെ ചെടിയും മാലയുടെ ചെടിയും വളയുടെ ചെടിയും ഒക്കെ ഉണ്ടാവും. പിന്നെ അത് വലിയ മരമാവും വളർന്നിട്ട്. അപ്പൊ അതിൽ നമുക്ക് ഇഷ്ടം പോലെ വാച്ചും കമ്മലും മാലയും വളയും ഒക്കെ പറിക്കാം. ഇങ്ങനെയുണ്ട് ഐഡിയ. നമുക്ക് ഇപ്പൊ തന്നെ പോയി നട്ടാലോ? എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഡെമോ ക്ലാസ് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ടീച്ചർമാര് ഇന്ന് ക്ലാസ്സിലേക്ക് പോകുമ്പോ ഗേൾസ് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ഒരു മാല, പിന്നെ ഒരു വള, പിന്നെ ഒരു കമ്മല്, പിന്നെ ബോയ്സ് ഉപയോഗിക്കുന്ന വാച്ച്, ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഇന്ന് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം. എന്നിട്ട് ഗേൾസിനോട് ഈ കമ്മലും വളയും മാലയും ഒക്കെ കാണിച്ചിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കാം. അപ്പൊ ഗേൾസ് എന്തായാലും ഉത്തരം പറയും, അതെ ടീച്ചറെ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയും. പിന്നീട് ബോയ്സിനോട് ചോദിക്കുക, വാച്ച് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അല്ലേ, കയ്യിൽ വാച്ച് കെട്ടാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതെ എന്ന് പറയും. പിന്നെ ബോയ്സിനോട് ചോദിക്കുക, എത്ര പേർക്ക് വാച്ച് ഉണ്ട്? അപ്പൊ കുറച്ച് കുട്ടികൾ പറയും, ടീച്ചറെ എനിക്ക് വാച്ച് ഉണ്ട്. അപ്പൊ കുറച്ച് കുട്ടികൾ പറയും, ടീച്ചറെ എനിക്ക് വാച്ച് ഇല്ല. അതുപോലെ ഗേൾസിനോട് ചോദിക്കുക, ആർക്കൊക്കെ വളയുണ്ട്, ആർക്കൊക്കെ മാലയുണ്ട്, ആർക്കൊക്കെ കമ്മലുണ്ട് എന്നൊക്കെ ഗേൾസിനോട് ചോദിക്കുക. അപ്പൊ ഒട്ടുമിക്ക ഗേൾസും പറയും, ഞങ്ങൾക്ക് എല്ലാവർക്കും വളയും അതുപോലെ കമ്മലും പിന്നെ മാലയും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടെന്ന് ഒട്ടുമിക്ക ഗേൾസും പറയും. വാച്ച് പോലെയല്ല, ഈ സാധനങ്ങളൊക്കെ ഗേൾസിന്റെ കയ്യിൽ എന്തായാലും സ്റ്റോക്ക് ഉണ്ടാവും. എന്നിട്ട് കുട്ടികളോട് ചോദിക്കുക, നമുക്ക് ഒരുപാട് കമ്മലും മാലയും വളയും ഒക്കെ ഉണ്ടായാല് നല്ലതല്ലേ? അല്ലെ, ഓരോ ഡ്രസ്സിന്റെ കളർ അനുസരിച്ചിട്ട് നമുക്ക് ഇത് കുറെ എണ്ണം ഉണ്ടെങ്കിൽ മാറി മാറി ഇടാലോ അല്ലെ? നിങ്ങൾക്ക് താല്പര്യമല്ലേ അത്? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഇതെന്ന് ചോദിക്കാം. ഗേൾസ് തീർച്ചയായിട്ടും പറയും, അതെ ടീച്ചറെ കുറെ എണ്ണം ഉണ്ടെങ്കിൽ നല്ലതന്നെ, ഞങ്ങൾക്ക് ഓരോ ഡ്രസ്സിനും മാച്ച് ചെയ്ത് ഇടാലോ എന്ന് ഗേൾസ് പറയും. അതുപോലെ ബോയ്സിനോട് വാച്ചിന്റെ കാര്യം ചോദിക്കുക, അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാച്ച് ഉണ്ടെങ്കിൽ മാറി മാറി കെട്ടാലോ അല്ലെ? ബോയ്സും പറയും, അതെ ടീച്ചറെ നിങ്ങൾക്ക് വാച്ച് ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ കെട്ടാലോ എന്ന് ബോയ്സും ആൻസർ പറയും. അപ്പൊ നിങ്ങൾ ടീച്ചർമാര് പറയണം, എന്നാ പിന്നെ കുട്ടികളെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കമ്മലും പിന്നെ ഈ മാലയും ഈ വളയും പിന്നെ ഈ വാച്ചും ഇതൊക്കെ നമുക്ക് അവിടെ പുറത്തു പോയിട്ട് മണ്ണിൽ കുഴിച്ചിടാം. അപ്പൊ കുട്ടികൾക്ക് അത് എന്തിനാ ടീച്ചറേന്ന് ചോദിക്കും. അത് കുറച്ച് ദിവസം കഴിയുമ്പോ ഇതിൽ നിന്നൊക്കെ ചെടി ഉണ്ടാവും. വാച്ചിന്റെ ചെടിയും കമ്മലിന്റെ ചെടിയും മാലയുടെ ചെടിയും വളയുടെ ചെടിയും ഒക്കെ ഉണ്ടാവും. പിന്നെ അത് വലിയ മരമാവും വളർന്നിട്ട്. അപ്പൊ അതിൽ നമുക്ക് ഇഷ്ടം പോലെ വാച്ചും കമ്മലും മാലയും വളയും ഒക്കെ പറിക്കാം. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ വാച്ചും വളയും മാലയും കമ്മലും ഒക്കെ കിട്ടുമല്ലോ. ഇങ്ങനെയുണ്ട് ഐഡിയ. നമുക്ക് ഇപ്പൊ തന്നെ പോയി നട്ടാലോ? ഇത് കേട്ടപാടെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കാൻ തുടങ്ങും. അല്ലെ, ഈ ടീച്ചർക്ക് എന്തോ പറ്റി, എന്തോ വട്ടായി, അല്ലെങ്കിൽ എന്ത് വിഡിത്തായി ടീച്ചർ പറയുന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാൻ തുടങ്ങും. മാത്രമല്ല അവര് പറയുകയും ചെയ്യും, ടീച്ചറെ ഇതൊന്നും നട്ടാല അതിന് മരമൊന്നും ഉണ്ടാവില്ല, നമുക്ക് വാച്ചും വളയും മാലയൊന്നും അങ്ങനെ ചെയ്താലൊന്നും കിട്ടില്ല എന്ന് കുട്ടികൾ എന്തായാലും പറയും. എന്നാ പിന്നെ കുട്ടികളെ നമുക്ക് ചോക്ക് നട്ടാലോ? അല്ലെ പിന്നെ ഈ കണ്ണട നട്ടാലോ? അതിൽ നിന്നൊക്കെ നമുക്ക് ചോക്കും കണ്ണടയും ഒക്കെ കിട്ടൂലേ? ഇല്ല ടീച്ചറെ കിട്ടൂല. എന്നാ പിന്നെ കുട്ടികളെ നമുക്ക് ഒരു മാങ്ങ കൊണ്ടുപോയിട്ട് നടാം. എന്താ, മാങ്ങ നട്ടാല് എന്തായാലും മാവ് ഉണ്ടാവും, നമുക്ക് മാങ്ങ ഇഷ്ടം പോലെ പറിക്കാം, മാങ്ങ നടാം. അപ്പൊ കുറച്ച് കുട്ടികൾ പറയും, ടീച്ചറെ മാങ്ങ നട്ടാല് മാങ്ങ കിട്ടൂലല്ലോ. അപ്പൊ കുറച്ച് കുട്ടികൾ പറയും, ടീച്ചറെ മാങ്ങ നട്ടാല് മാങ്ങ കിട്ടും. മാങ്ങ കിട്ടും. അപ്പൊ എന്തായാലും ക്ലാസ്സിലെ ഒന്നോ രണ്ടോ കുട്ടികൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുട്ടികൾ എന്തായാലും പറയും, ടീച്ചറെ മാങ്ങയല്ല നടേണ്ടത്, മാങ്ങയുടെ അണ്ടി നടണം. മാങ്ങയുടെ അണ്ടി നട്ടാലും നമുക്ക് അതിൽ നിന്ന് അത് മരമായിട്ട് വളർന്ന് അതിൽ നിന്ന് നമുക്ക് മാങ്ങ കിട്ടും ടീച്ചറെ. അങ്ങനെയല്ലേ? കുട്ടികൾ ഇത് പറഞ്ഞ ഉടനെ നിങ്ങൾ ആ പോയിന്റിൽ കയറി പിടിക്കുക. അപ്പൊ കുട്ടികളെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു, മാങ്ങ കിട്ടാൻ നമ്മൾ മാങ്ങ അണ്ടി നടണം, അത് മാവായി വളരും, അതിൽ നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ പറിക്കാം. അപ്പൊ ഏതൊരു ചെടി ഉണ്ടാവാനും ഒരു വിത്ത് ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഉടനെ തന്നെ നിങ്ങൾ ടീച്ചർ പോയിട്ട് ബ്ലാക്ക് ബോർഡിൽ സീഡ്സ് എന്ന് എഴുതിയിട്ട് അതിനെ അണ്ടർലൈൻ ചെയ്യാം. നമ്മുടെ ടോപ്പിക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
ഇനി നിങ്ങൾ കുട്ടികളോട് പറയാ, കുട്ടികളെ നിങ്ങളുടെ വീട്ടില് 50 കുട്ടികൾ താമസിക്കാൻ വന്നു എന്ന് വിചാരിക്കുക. അത് നടക്കുവോ? 50 കുട്ടികൾക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? അപ്പൊ കുട്ടികൾ പറയും, ഇല്ല ടീച്ചറെ, എല്ലാവർക്കും അങ്ങനെ താമസിക്കാൻ പറ്റില്ല. ശരിയല്ലേ? എത്ര ബെഡ്ഷീറ്റ് വേണം, എത്ര ഫുഡ് വേണം, അല്ലേ? ഇതൊന്നും പറ്റില്ലല്ലോ, അല്ലേ? അതുപോലെ നിങ്ങളുടെ ഈ ക്ലാസ്സിൽ ഇപ്പൊ ഉള്ള കുട്ടികളെക്കാളും കൂടുതൽ ഒരു 10-30 കുട്ടികൾ അധികം വന്നു കഴിഞ്ഞാല് ഈ ക്ലാസ്സിനകത്ത് ഇരുത്താൻ പറ്റുമോ? ആവശ്യത്തിന് ബെഞ്ചും ഡെസ്കും പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഒരു മരത്തിന് മുകളില് കുറേ പഴങ്ങളുണ്ട്. ആ പഴങ്ങളൊക്കെ താഴെ വീണ് അതൊക്കെ അവിടെ മുളച്ചു വരുവോ? അതൊക്കെ അവിടെ വളരുവോ? ഈ ചെടികളൊക്കെ വളരാൻ ആവശ്യമായ പോഷകവും അതുപോലെ സൂര്യപ്രകാശവും ഒക്കെ അതിന് കിട്ടുമോ? ഈ മണ്ണിൽ നിന്ന് കിട്ടുമോ? എല്ലാം കൂടി ഒരുമിച്ച് വളർന്നാൽ കിട്ടുമോ? അപ്പൊ കുട്ടികൾ പറയും, ഇല്ല ടീച്ചറെ, കിട്ടില്ല. അവിടെ വീണതിൽ നിന്ന് കുറച്ച് തൈകൾ അവിടെ മുളക്കും. അപ്പൊ ബാക്കിയുള്ളവ എന്ത് ചെയ്യും? അവയ്ക്കും വളരണ്ടേ? അത് അവിടുന്ന് ഓടിപ്പോവോ? ഓടിപ്പോവാൻ അതിന് കാലുണ്ടോ? കുറച്ച് സീഡ്സ് ഭയങ്കര സൂത്രക്കാരാണ്. അവരവിടുന്ന് ഓടിപ്പോകും. എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഡ്രസ്സിനും സോക്സിനും ഒക്കെ പറ്റി പിടിച്ച് നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും അത് വീണ് അത് അവിടെ വളരും. മാങ്ങ അണ്ടിയുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞ, വേറെ കുറെ സീഡ്സ്, അവരാണ് സൂത്രക്കാര്. ചില സീഡ്സ് ഉണ്ടല്ലോ കാറ്റിലൂടെ പറന്നു പോകും, ചില സീഡ്സ് വെള്ളത്തിലൂടെ ഒഴുകി പോകും, ചില സീഡ്സ് ആനിമൽസും ബേർഡ്സും ഒക്കെ എടുത്തു കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടും. അതൊക്കെ അവിടെ കിടന്ന് നന്നായി വളരും. അപ്പൊ നിങ്ങൾ ടീച്ചർമാർ ഇങ്ങനെ ഓരോ പോയിന്റ് പറയുമ്പോഴും അതുപോലെ കുട്ടികൾ ഓരോ പോയിന്റ്സ് പറയുമ്പോഴും അതൊക്കെ നിങ്ങൾ ബ്ലാക്ക് ബോർഡിൽ എഴുതിയിടണം. ഓരോ പോയിന്റ് ആയിട്ട് ബ്ലാക്ക് ബോർഡിൽ എഴുതിയിടണം. ഇവിടെ നിങ്ങൾ ടീച്ചർ ചാപ്റ്ററിന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല. കുട്ടികളെ കൊണ്ട് അവർക്കറിയാവുന്ന കാര്യങ്ങൾ പറയിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ബോർഡിൽ സീഡ്സ് എന്ന് എഴുതി, അത് ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ ഇന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നതെന്നൊന്നും കുട്ടികളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ കുട്ടികളായിട്ട് ചാപ്റ്റർ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വരികയാണ് ചെയ്തത്. ചാപ്റ്ററിന്റെ പേര് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവസാനം നിങ്ങൾ കുട്ടികളോട് പറയാ, നമ്മൾ ഇന്ന് സീഡ്സ് എന്ന ചാപ്റ്റർ ആണ് പഠിച്ചത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ക്ലാസ് രീതിയിലൊന്നല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാലും ഈ ഒരു ചാപ്റ്റർ തുടങ്ങാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ പറഞ്ഞു തന്നത്. ഇഷ്ടമുള്ളവർക്ക് അത് സ്വീകരിക്കാം. ചിലപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല രീതിയിൽ ക്ലാസ് തുടങ്ങാനുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ടീച്ചർമാർക്ക് ഉണ്ടാവും. അപ്പോ ഒന്ന് അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമന്റിലൂടെ ഒന്ന് എനിക്ക് ഷെയർ ചെയ്ത് തരണം. എന്തെങ്കിലും ഇതിൽ നന്നായിട്ട് തുടങ്ങാൻ പറ്റിയ ഒരു രീതി ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്കും കൂടി പഠിക്കാലോ. വേറൊന്നുമല്ല, നമ്മൾ എപ്പോഴും ക്ലാസ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തുടങ്ങണം എന്ന ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്കും ഷെയറും അതുപോലെ ഇനിയും ഇതുപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.